കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും വേടന് കുരുക്കായി വനംവകുപ്പിന്റെ കേസ്. പുലിപ്പല്ല് കൊണ്ടുള്ള മാല കൈവശം വെച്ചതിന് വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തു. വന്യമൃഗത്തെ വേട്ടയാടിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത വേടനെ കോടനാട്ടേക്ക് കൊണ്ടുപോകും. നാളെ കോടതിയിൽ ഹാജരാക്കും. അരുൺ ശങ്കറാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, മാധ്യമങ്ങളോട് സംസാരിച്ചോ വേടൻ പുറത്തിറങ്ങിയപ്പോൾ? ഇനിയുള്ള നടപടികൾ എന്തായിരിക്കും? അതിനുള്ള സമയമല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇപ്പൊ എന്നെ പോകാനായിരിക്കണം. ഇല്ല, ആരും ഒന്നും കുടുക്കിയതൊന്നല്ല. ഒരു ഗൂഢാലോചനകളില്ല. ബാക്കിയുള്ള ഞാൻ വന്നിട്ടുണ്ട്. അന്വേഷിക്കുന്നുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കാനുണ്ട്. താൻ വന്നിട്ട് വിശദമായി എല്ലാ കാര്യങ്ങളും പറയാനുണ്ട് എന്നുള്ളതാണ് വേടന്റെ ആദ്യത്തെ പ്രതികരണം. അരുൺ ശങ്കർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുണിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് പോലീസ് SIയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. പെരുമ്പാവൂർ കോടതിയിലാണ് ഹാജരാക്കുന്നത്. കോടനാട് വനംവകുപ്പിന്റെ ഓഫീസിലേക്കാണ് പെരുമ്പാവൂർ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, കോടനാട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അരുൺ ശങ്കറാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, മാധ്യമങ്ങളോട് സംസാരിക്കാനുണ്ട്. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് ഞാൻ പറയും എന്ന് തന്നെയാണ്, വന്നതിന് ശേഷം പറയുമെന്നാണ് വേടൻ പറയുന്നത്. ഇനിയുള്ള കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് അരുൺ? വേടനെ ഇന്ന് പകൽ കഞ്ചാവ് കേസിലാണ് ആദ്യം പിടികൂടുന്നത്. വേടനോടൊപ്പം തന്നെ 8 പേരുണ്ടായിരുന്നു. 6 ഗ്രാം കഞ്ചാവാണ് ഇവരെ കൈവശം നിന്ന് പിടിച്ചെടുത്തത്. പക്ഷേ ആ കേസിനപ്പുറത്തേക്ക് ഇത് വളർന്നിരിക്കുകയാണ്. അതായത് വേടൻ്റെ ശരീര പരിശോധനയ്ക്കിടയിൽ ശരീരത്ത് ഒരു പുലിപ്പല്ലിൻ്റെ മാല ഉണ്ടായിരുന്നു. ആ മാല പരിശോധിച്ചപ്പോൾ അത് ഒറിജിനലാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ പോലീസ് വനംവകുപ്പിനെ വിവരമറിയിക്കുകയും അവർ വന്ന് പരിശോധിച്ച് അത് ഒറിജിനലാണെന്ന് സ്ഥിരീകരിക്കുകയും അതിനെ തുടർന്ന് കേസെടുക്കുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കഞ്ചാവ് കേസിൽ വേടനെയും 8 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം നൽകിയിട്ടുണ്ട് ഈ വേടൻ ഉൾപ്പെടെയുള്ള 9 പേർക്കും. പക്ഷേ ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഗൗരവമുള്ള കേസാണ്. കാരണം ഇന്ത്യയിൽ ഇത്തരത്തിൽ മൃഗങ്ങളുടെ ഇത്തരം ഭാഗങ്ങൾ, പല്ല് പോലുള്ള ഭാഗങ്ങൾ കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അത് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും വന്യമൃഗങ്ങളെ വേട്ടയാടിയ വകുപ്പും അതോടൊപ്പം തന്നെ അനധികൃതമായി ഇത്തരം വസ്തുക്കൾ കൈവശം വെച്ചതിനുമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് ജാമ്യമില്ല വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വേടൻ ജാമ്യത്തിലിറങ്ങാനുള്ള സാധ്യതയില്ല. ഇത് സംബന്ധിച്ച് വേടൻ വനംവകുപ്പ് നൽകിയിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് തനിക്ക് ഒരു ആരാധകൻ, തമിഴ്നാട്ടിലെ ഒരു ആരാധകൻ നൽകിയ പുലിപ്പല്ലാണെന്നുള്ളതാണ്. പക്ഷേ അത് ആര് തന്നാലും അത് അറിഞ്ഞോ അറിയാതെയോ കൈവശം വെച്ചാലും കുറ്റമാണെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ വേടൻ ഇപ്പോൾ വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലാണ്. നേരെ കോടനാട്ടേക്ക് കൊണ്ടുപോയി നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ശക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ വന്യമൃഗങ്ങളെ വേട്ടയാടിയുന്ന വകുപ്പും അതോടൊപ്പം തന്നെ ഇത്തരം വസ്തുക്കൾ അനധികൃതമായി കൈവശം വെച്ചു എന്ന വകുപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ല. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.